ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കോവയ്ക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ നോക്കിക്കോളൂ കേട്ടോ. എന്താ വെച്ചാൽ കോവയ്ക്ക സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ധാരാളം ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ പച്ചക്കറിയാണ് കോവയ്ക്ക. നാരുകളും വെള്ളവും അടങ്ങിയ പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയാണ് ഇത്. ദഹനത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും കോവയ്ക്ക ഏറെ സഹായിക്കുന്നുണ്ട്. കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഷുഗർ രോഗികൾക്ക് ബെസ്റ്റാണ് കേട്ടോ കോവയ്ക്ക. അപ്പോൾ കോവയ്ക്ക കഴുകി ചെറുതായി അരിഞ്ഞു കൊണ്ടുവച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ കുറേ പ്രാവശ്യമൊക്കെ വെച്ചിട്ടു ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ശരിക്കും ഓരോരുത്തരുടെ വീട്ടിലേക്കും ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ ഉണ്ടാവണില്ല. അപ്പോൾ ഇത് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചേക്കണത് കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ. കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ അധികമൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഇതിനി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസും വയ്ക്കാം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊന്ന് ബ്രൗൺ നിറായി വരണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേണേ. ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് 1 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞണേ. ഇങ്ങനെയാകുമ്പോൾ വേവാൻ പെട്ടെന്ന് എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത്. നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ഗ്ലാസ് വെള്ളം അത് വേവാനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെക്കാം കേട്ടോ ഒന്ന് വേവാനായിട്ട്. 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയതുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. വെള്ളമൊക്കെ നന്നായിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വലിയാനായിട്ട് വെക്കാം. ഒന്ന് വലിഞ്ഞ് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ഒഴിച്ച് നന്നായി വലിയിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നന്നായി വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കി വെക്കാം. അപ്പോൾ കോവയ്ക്ക തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.